ഹലോ ഫ്രണ്ട്സ്, പത്രപറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നന്ദു റോഡിൽ ഇങ്ങനെ ചെക്കിങ്ങിന് നിൽക്കുന്ന സമയത്താണ് അതിലൂടെ അഭിയും നവിയും കൂടി ഇങ്ങനെ വരുന്നത്. അവർ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. വിശേഷമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നവി നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം അറിഞ്ഞോ, മോളും അനിയും തമ്മിലുള്ള വീഡിയോ ഇല്ലേ, ആ വീഡിയോ അമ്മായി കൊണ്ട് മുത്തശ്ശനെ കാണിച്ചു, ആകെ പ്രശ്നമായെന്ന് ഇങ്ങനെ പറയും. അത് കേൾക്കുന്ന നന്ദുവിന് ഇങ്ങനെ ദേഷ്യം വരാണ്ട് കേട്ടോ. നേരെ അതിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി അഭി പറയാണ്, അമ്മായിയെ തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ അനി കാണിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ, അതുപോലെ അനാമിക അത്ര പ്രശ്നക്കാരൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് കേട്ടോ അഭി. അന്നേരം അഭി പറയാണ്, അവൾക്ക് ഇത്തിരി പക്വതക്കുറവ് ഉണ്ട്, അതിൻ്റെ പേരിൽ അനി അവളോട് കാണിക്കുന്ന അവഗണന ഒരു പെൺകുട്ടിക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല, ഒരു പെൺകുട്ടിയെ സഹിക്കാത്തുമില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായതെന്നിങ്ങനെ പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, അവൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും അഭി പറയുകയാണ്, അവൾ അങ്ങനെ ചെയ്യാനുള്ള കാരണക്കാരൻ ആരാ, അനിയല്ലേ, അവൻ മര്യാദയ്ക്കിരുന്നായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയും. നേരത്തെ നവി പറയാണ്, ഇനിയിപ്പോൾ അനിയെ തെറ്റു പറയാനും പറ്റത്തില്ല, അനി ഇപ്പോൾ റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്നത് ആദർശേട്ടനല്ലേ, ആദർശേട്ടൻ കാണിക്കുന്ന പോലെയൊക്കെ അവന് കാണിക്കുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് പറയുന്നുണ്ട്, ആദർശേട്ടൻ 2 ഭാര്യമാരാണല്ലോ, അതുപോലെ എനിക്കും 2 ഭാര്യമാരായാലും എന്താ കുഴപ്പമെന്ന് മിക്കവാറും ആര് ചിന്തിച്ച് കാണും, അതുകൊണ്ടായിരിക്കും ഇതുപോലെയൊക്കെ അവൻ ചെയ്യുന്നത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിന്നോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, അനി നിൻ്റെ അടുത്തോട്ട് വരുമ്പോഴേക്കും നീ അവനെ ആട്ടിപ്പായിച്ച് വിടണം, അല്ലെങ്കിൽ ശരിയായില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാനങ്ങനെ ചെയ്തപ്പോഴാണ് അവനെ കാണാതെ പോയത്, അവനെ കാണാതെ എല്ലാവരും എന്തോരം കഷ്ടപ്പെട്ടു, എന്തോരം സങ്കടപ്പെട്ടു, അത് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഈ വീഡിയോ അനന്തപുരിയിലുള്ള എല്ലാവരും കണ്ടു, ഇനി ഈ വീഡിയോ പുറത്തുള്ളവർ കണ്ടാലത്തെ അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കി, എനിക്കൊന്നും സംഭവിക്കാനില്ല, നിൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ആ വീഡിയോ പുറത്തായെന്ന് ഓർത്ത് എനിക്കൊരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും തള്ളിക്കളയാണെങ്കിൽ തള്ളിക്കളഞ്ഞോട്ടെ, കുറ്റപ്പെടുത്തുകയാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കോട്ടെ, എനിക്ക് നാട്ടുകാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ആരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, അനിയുടെ സ്വഭാവം ഇപ്പോൾ ആദർശനെ പോലെ തന്നെയാണ്, എനിക്ക് ആ മനുഷ്യനെ കണ്ടുകൂടാ, ആ വീട്ടിലായതുകൊണ്ട് കാണാതിരിക്കാനും സാധിക്കില്ലല്ലോ, എന്ത് ചെയ്യാനാണ്, നയനയുടെ ഭർത്താവായി പോയില്ലേ, അതുപോലെ എൻ്റെ കുഞ്ഞിനെ അങ്ങേരെ എടുക്കുന്ന പോലും എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഈ രീതിയിൽ ആദർശേട്ടനെ പറയേണ്ട കാര്യമില്ല, ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ ദേഷ്യപ്പെട്ട് പറയാണ്, അല്ലെങ്കിലും നീയും അച്ഛനും അമ്മയും ഒക്കെ അങ്ങേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ആ കേസിന് പുറകെ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭിക്ക് ചെറിയൊരു ടെൻഷൻ ഒക്കെ ആകുന്നുണ്ട് കേട്ടോ. അന്നേരം നവി പറയുന്നുണ്ട്, അങ്ങനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങേരെ നിരപരാധിയാണെന്ന് തെളിയിക്കുക, അതുവരെ ഞാൻ അയാളെ കുറ്റവാളിയായി തന്നെ കാണുള്ളൂ, ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നാൽ ശരി മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നന്ദു ഇത്തിരി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. പിന്നെ കാണിക്കുന്നത് അജയനാണ്. അജയൻ ഇങ്ങനെ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകി വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു അച്ഛനാണോ, നിങ്ങളുടെ മകൻ്റെ തോന്നിയാസത്തിന് നിങ്ങളിങ്ങനെ സൈഡ് പിടിച്ച് കൊടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അജയൻ ചോദിക്കും, അവൻ എന്ത് തോന്നിവാസമാണ് ചെയ്തതെന്ന് ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കൊന്ന് മനസ്സിലായില്ല ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അജയൻ പറയുവാണ്, അവൻ ചെയ്തത് മാത്രമല്ല നീ കണ്ടുള്ളൂ, നിൻ്റെ മരുമകളാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തേക്കുന്നത്, അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ കുറ്റപ്പെടുത്തിയെന്ന് കരുതി ഞാൻ അവളെ വെറുക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ല, അന്ന് ഏട്ടത്തിയുടെ പാലിൽ വിഷം കലർത്തിയത് നിൻ്റെ മരുമകളും അവളുടെ അമ്മയും കൂടിയാണ്, അത് ഏട്ടത്തി ഉദ്ദേശിച്ചല്ല കലക്കി വെച്ചത്, നവിക്ക് കൊടുക്കാനായിരുന്നു, ആ പാലെടുത്ത് കുടിച്ച് നവിയുടെ കുഞ്ഞ് പോകാൻ വേണ്ടിയായിരുന്നു അവൾ അതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചത്, അബദ്ധത്തിൽ ഏട്ടത്തി അതെടുത്ത് കുടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, ഈ കഥകളൊക്കെ ഉണ്ടാക്കിയത് ആ ഡിസൈനർ ആയിരിക്കും, ഓണത്തിന് ഇഷ്ടം പോലെ ഡിസൈൻ വരച്ച് കാശുണ്ടാക്കിയതല്ലേ, അതുപോലെ തന്നെ കഥ മെനയാനും അവൾ മിടുക്കിയാണ്, അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, ഇനി ഇതിൻ്റെ അപ്പുറം കഥകൾ ഉണ്ടാക്കിയാലും ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല, ഞാൻ എൻ്റെ മരുമകളെ തള്ളിക്കളയത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ പറയും കേട്ടോ. നയനെ കുറേ ചീത്തയും പറയും. അന്ന് രാജയും പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞത് കൊണ്ട് നിന്റെ കാരണം അടിച്ച് പൊളിക്കുമെന്ന് പറയാം, നേരം അടിച്ച് പൊളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, ഇതിനു മുമ്പും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഹങ്കാരം പറഞ്ഞ് ജാനകി അങ്ങോട്ടൊക്കെ കയറി പോകുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അജയൻ. പിന്നെ ജലജയെ കാണിക്കുന്നുണ്ട്. ജലജ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി സ്വയം പറയുവാണ്, ഏതായാലും നീ രക്ഷപ്പെട്ടടി, നീ ഉദ്ദേശിച്ച രീതിയിലൊക്കെ ഇപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇനിയും ഈ വീട്ടിൽ ബോംബ് വീഴും, അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് ജാനകി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ജാനകി പറയാണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്തൊക്കെ കഥകളാണ് ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, എനിക്ക് സഹിക്കാൻ
വിളിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ പുതിയ കഥ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം ഈശ്വര, ഇതുപോലുള്ള കഥ ഉണ്ടാക്കാനായിട്ട് നയന അവൾക്കേ കഴിയുള്ളൂ കേട്ടോ. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. എങ്ങനെയെങ്കിലും അവളുടെ ഇളയ അനിയത്തെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അത് നീ ആയിട്ട് നടത്തി കൊടുത്തേക്കരുത് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ ഇവിടെ പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് യൂഷ്വലി എന്നും പറയുന്ന പോലത്തെ കുറേ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ജലജ പറയാണ്, അതെ നീ ഒന്ന് എന്നോടൊരു കാര്യം പറയട്ടെ. അവർ തമ്മിൽ നന്ദു അനിയും തമ്മിൽ എന്നും വിളിക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഫോണിലൂടെയാണ്. അതുകൊണ്ട് നീ അനിയുടെ ആ ഫോൺ അങ്ങ് മേടിച്ച് വെച്ചേരെ. അന്നേരം ആ വിളിയും ചാറ്റിങ്ങും ഒക്കെ അങ്ങ് നിന്നോളൂ എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ മനസ്സിലോർത്ത കാര്യം തന്നെയാണ്, അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് നേരെ അനിയുടെ അടുത്തോട്ട് അങ്ങ് ചെല്ലും. അനി വീടിൻ്റെ ഫ്രണ്ടിൽ അവനിങ്ങനെ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഒരു തരത്തിൽ സമാധാനമില്ലല്ലോ. അതുകൊണ്ട് അന്നേരം അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താലോചിച്ചുകൊണ്ടിരിക്കുവാടാ എന്ന്. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം നീ വെറുതെ ഇരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ നിൻ്റെ മനസ്സിൽ മൊത്തം അവളായിരിക്കുമല്ലേ, എങ്കിലേ ഇനി നീ അവളെ അങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട എന്ന് പറയും. അന്നേരം അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്നിങ്ങനെ അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കും. അനിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് പിടിച്ച് മേടിക്കും കേട്ടോ. അമ്മയ്ക്ക് എന്തിനാണ് എൻ്റെ ഫോൺ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇനി നീ ഫോൺ ഉപയോഗിക്കേണ്ട, ഈ ഫോൺ ഉള്ളതുകൊണ്ടാണല്ലോ നീ അവളെ ചാറ്റ് ചെയ്യുന്നതും ഫോൺ വിളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഫോൺ ഇല്ലെങ്കിൽ ശരിയാവില്ല, ജ്വല്ലറിയിൽ നിന്ന് പലപ്പോഴും പലരും വിളിക്കും, എനിക്കതിനുള്ള മറുപടി പറയണം, അതുപോലെ എൻ്റെ പല ഡോക്യുമെൻറ്റ്സും ആ ഫോണിലുള്ളതാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇതിനകത്ത് നിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ല എന്നെനിക്കറിയാം, ആകെപ്പാടെ അവളുടെ കുറേ ഫോട്ടോസ് കാണും, അതല്ലാതെ വേറെ ഒന്നും കാണില്ലല്ലോ, നീയും നിൻ്റെ ഭാര്യയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എങ്കിലും ഇത് കാണുമോ, ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നീ ഇത് ഉപയോഗിക്കേണ്ട എന്നിങ്ങനെ പറയും. അന്നേരം അനി സമ്മതിക്കത്തില്ല കേട്ടോ. അമ്മ എൻ്റെ ഫോൺ ഇങ്ങ് തന്നേ, ഫോണില്ലാതെ പറ്റത്തില്ല, അമ്മ എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അന്നേരം ഞാനൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് ആൾക്കാരെ വിളിക്കാനല്ലാതെ നിന്നെ പോലെ ഇതുപോലത്തെ ഉദ്ദേശങ്ങൾക്കല്ല, അതുകൊണ്ട് ഫോൺ തരില്ല എന്നിങ്ങനെ പറഞ്ഞ് ജാനകി ഇങ്ങനെ ഫോൺ അങ്ങ് മേടിച്ചുകൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അനി. ഏതായാലും ആ ഫോൺ കൊണ്ട് ജാനകി അങ്ങ് പോകുന്നു. അന്നേരം വീട്ടിലിങ്ങനെ വന്നിരിക്കുമ്പോൾ നന്ദു ആകപ്പാടെ ഇങ്ങനെ ടെൻഷനിൽ നിന്ന് അവ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചതുകൊണ്ട് ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ അനിയെ വിളിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഫോൺ കൊണ്ട് ജാനകി ഇങ്ങനെ പോയേക്കുന്നത്. ഏതായാലും ആ ഫോണുമായിട്ട് നേരെ ജാനകിയും ജലജയും നയനയുടെയും ദേവയാനയുടെ അടുത്തോട്ട് ഇങ്ങനെ വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ, ഇത് അനിയുടെ ഫോണാണ്, ഇത് ഞാനങ്ങ് പിടിച്ച് മേടിച്ചു, ഇനി എങ്ങനെയാണ് നിൻ്റെ അനിയത്തെ അവൻ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, അവളുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തിയുടെ അമ്മ അമ്പലമായ അമ്പലമൊത്ത് കയറി ഇറങ്ങി നടക്കുവാണ്, അവരുടെ ഇളയ സന്തതിയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി, ഇനി അവൻ അവിടെ പോയപ്പോൾ അവന് കൈവശം കൊടുത്തിട്ടുണ്ടോ എന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, കൈവശമൊന്നും ഒരു സാധനവും ഇല്ല, അമ്മായി ശരിക്കും മനുഷ്യനാവാണ് വിഷമായിട്ട് മാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, ഇനി നീ അങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരുത്തേ കൂടെ ഉണ്ടല്ലോ, അതിങ്ങോട്ടേ വരണമല്ലോ എന്ന് ഓർത്ത് ഒരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ അനിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ആ ഒരു സമാധാനക്കേടങ്ങ് മാറിയതാ, അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തുവാണ് എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്, ഏതായാലും നയനയുടെ വീട്ടിലുള്ളവർക്ക് നന്ദുവിനെ ഇങ്ങോട്ട് വിടാനായിട്ട് യാതൊരു താല്പര്യമില്ല, അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും, ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അവരുടേതായ രീതിയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കറക്റ്റ് അനിയുടെ ഫോണിലേക്ക് നന്ദു ഇങ്ങനെ വിളിക്കുക. അന്നേരം ജാനകി നന്ദുവിനോട് ഇങ്ങനെ നയനയോട് ഇങ്ങനെ പറയുകയാണ്, അതേ നീയല്ലേ പറഞ്ഞത് അനി എപ്പോഴും അങ്ങോട്ട് വിളിക്കുകയാണ്, അവൾ ഇങ്ങോട്ട് വിളിക്കാറില്ലെന്ന്, അതേ നിൻ്റെ അനിയത്തി ഈ ഫോണിലോട്ട് വിളിക്കുന്നത്, നന്ദുവിൻ്റെ വല്ല ആവശ്യമായിരിക്കും ആ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് വിളിക്കാനായിട്ട്, ഏതായാലും ആ സമയം അങ്ങോട്ട് മുത്തശ്ശൻ വരും. അന്നേരം ഫോൺ മുത്തശ്ശൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് ജാനകി പറയുന്നുണ്ട്, വിളിക്കുന്നത് നന്ദുവാണ്, അവളോട് ഇനി മേല അനിയെ വിളിച്ചേക്കല്ലെന്ന് പറയണം, അച്ഛൻ തന്നെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എൻ്റെ മുത്തശ്ശൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് നന്ദുവിനെ മനസ്സിലാവില്ല കേട്ടോ, അപ്പുറത്ത് അനിയല്ല എന്ന്. അന്നേരം ഞാൻ നന്ദുവാ എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി, ഞാൻ അനിയുടെ മുത്തശ്ശനാണ്, മോൾ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കും. അത് മുത്തശ്ശൻ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, മോൾക്ക് ട്രെയിനിങ് ക്യാമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതുപോലെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ അതിലൊരു യാതൊരു മടിയും കൂടാതെ ഞാൻ ഇടപെടുകയും ചെയ്തു, അതൊക്കെ സാധിച്ചു തരികയും ചെയ്തു. അത് മോള് മിസ്യൂസ് ചെയ്യുന്നത്, ഞാൻ മോൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി മേടിച്ചത് എന്നും മോളുടെ വീട്ടിൽ ചെല്ലാനും അച്ഛനമ്മയെ നോക്കാനും ഒക്കെ ഉള്ള ഒരു അവസരത്തിന് വേണ്ടി, അതുകൊണ്ട് മോൾ ഇനി അനിയെ വിളിക്കരുത് എന്നിങ്ങനെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അനിയും അനാമികയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല,
അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞ് ഒരു പരിധിവരെ മോളും അനിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അനാമിക ഈ വീട് വിട്ട് പോകാൻ മോളാണൊരു കാരണമാകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ആകെ വിഷമാവുന്നുണ്ട് നന്ദുവിനെ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് ഇനി മേല വിളിച്ചേക്കരുത് ആനി എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷേ മോളുടെ ഭാഗത്തു നിന്ന് ഇനി അങ്ങനെ ഒരു തെറ്റും ഉണ്ടാകരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ഫോൺ വെക്കുവാണ് കേട്ടോ. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, കണ്ടോ അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ആനി വഴി തെറ്റിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായില്ല. നീ ആദ്യം പോയി നിൻ്റെ മകനെ പറഞ്ഞ് നേരെയാക്കാനായിട്ട് നോക്കുക. ഇവിടെ തെറ്റുകാരൻ നിൻ്റെ മകനാണ്. അതുമാത്രമല്ല, നിൻ്റെ മരുമകളോട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് പറ. അവളുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അത് തന്നെ ദേവയാനി ഒരുപാട് സ്നേഹത്തോടെ കൊടുത്തൊരു നെക്ലേസ് അവളുടെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അത് പലിശക്കാരന് കൊടുത്തു. അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ നിനക്കറിയാലോ. അതുപോലെ വേണുവിൻ്റെ ആണ് എന്ന് പറഞ്ഞ് ഒരു പ്രോപ്പർട്ടി കാണിച്ചു. ഇപ്പോൾ പറയുന്നു അത് വേണുവിൻ്റെ അല്ല എന്ന്. അങ്ങനെ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്വത്തിനോട് ആർത്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നിങ്ങനെ കരുതി എല്ലാം അങ്ങനെ ക്ഷമിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് ഇങ്ങനെ കറക്കമൊക്കെ നിർത്തി ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ജാനകിക്ക്. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ കൂടെ പറയാണ്, ഒരു സൈഡ് തന്നെ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മറു സൈഡും കൂടെ നോക്കണമല്ലോ എന്നിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് വിഷമമാകുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ ബൈ.